ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വീഡിയോ പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇപ്പോൾ സ്ലൈഡ്സ് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ ജൂനിയർ എക്സിക്യൂട്ടീവ് അല്ലെ, ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ അല്ലെ. എയർ ട്രാഫിക് കൺട്രോൾസിന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. കാറ്റഗറി നമ്പേഴ്സ് വരുന്നത് 02/2025 CHQ എന്ന് പറഞ്ഞൊരു കാറ്റഗറി അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് നമ്പേഴ്സ് ആണ് നമുക്ക് അവിടെ വരുന്നത്. അതെന്താണ്, റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ എയർ ട്രാഫിക് കൺട്രോൾസ് ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അതിലുള്ള ജനറൽ ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയേ. ജനറൽ ഇൻഫോർമേഷൻസ് എന്ന് പറയുമ്പോൾ നോക്കിയേ എന്താണ്, ജൂനിയർ നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ജൂനിയർ എക്സിക്യൂട്ടീവ് ആണ്. ജൂനിയർ എക്സിക്യൂട്ടീവ്സിന് എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. ടോട്ടൽ വേക്കൻസി പറയുന്നത് 309 വേക്കൻസീസ് ആണ്. അതിൽ തന്നെ ഡിഫറെന്റ് കാറ്റഗറീസിൽ പറയുന്നുണ്ട്. അൺറിസർവ്ഡിൽ എത്രയാണ് 125, EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആണ്. അതിൽ എത്രയാണ് 30 വേക്കൻസീസ് വരുന്നുണ്ട്. OBC നോൺ ക്രീമി ലെയർ 72 വേക്കൻസി, SCയിൽ 55 വേക്കൻസി, STയിൽ എത്രയാണ് 27 വേക്കൻസി. പിന്നെ എന്താണ് ഡിസേബിലിറ്റി അല്ലെ, ഡിസേബിൾഡ് കാറ്റഗറിയിൽ എത്രയാണ്, അതിൽ തന്നെ ABCDE എന്ന് പറയുന്ന കാറ്റഗറീസിലുണ്ട്. അതിൽ BCയിൽ മാത്രമേ വേക്കൻസീസ് ഉള്ളൂ. എത്രയാണ് 7 വേക്കൻസി ഉണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് വീഡിയോസ് നോട്ടിഫിക്കേഷൻസിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഡിസബിലിറ്റീസ് കാര്യങ്ങളൊക്കെ എന്നൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് വീഡിയോസ് നിങ്ങൾക്ക് താഴെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനൊരു ന്യൂ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ നോക്കിയേ. ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്, അപ്ലിക്കേഷൻസ് ഓപ്പൺ ആയിട്ടില്ല. അപ്ലിക്കേഷൻസ് ഓപ്പൺ ആവുന്നതിനാണ് 25/4/2025 ഏപ്രിൽ 25-ാം തീയതിയാണ് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത്. അതേപോലെ ക്ലോസ് ആവുന്നത് എത്രയാണ്, ഓൺലൈൻ അപ്ലിക്കേഷൻ ക്ലോസ് ആവുന്നത് 24/5 അല്ലെ, മെയ് 24-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്, അപ്ലിക്കേഷൻ ക്ലോസ് ആവുന്നത്. അതിന്റെ എന്താണ് ഒരു എന്താണ് നമുക്ക് ടെന്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസിനെ ബേസ് ആയിട്ടാണ് ഇതിന്റെ എന്ത് ചെയ്യുന്നത്, കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൽ വരുന്നത് എന്താണ്, നമ്മുടെ വെബ്സൈറ്റ് പറഞ്ഞത് www.aai.aero അല്ലെ, AERO എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ശരിക്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ, അതായത് 25 മുതലായിരിക്കും സിലബസും കാര്യങ്ങളും ഡീറ്റെയിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാകുന്നത്. അതിന്റെ പേ സ്കെയിൽ നോക്കിയാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലെവൽ 1 E1 ലെവൽ ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ്. E1 കാറ്റഗറി ലെവലിലാണ് എന്ത് വരുന്നത്, നമ്മുടെ പേ സ്കെയിൽ വരുന്നത്. ഏകദേശം എത്രയാണ്, 40,000 മുതൽ 1,40,000 വരെയാണ് നമുക്ക് എന്ത് വരുന്നത്, പേ സ്കെയിൽ റേഞ്ച് ആയിട്ട് നമുക്ക് പറയുന്നത് അല്ലെ. പേ സ്കെയിൽ റേഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം 1 മന്ത് ഒരു ഇയർ പെർ ആനം നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 13 ലക്ഷം രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ വിഡ്രോ ചെയ്തെടുക്കാം. പിന്നെ അഡീഷണൽ എന്താണ് അലവൻസും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്തായിരിക്കും, അപ്ലിക്കബിൾ ആയിരിക്കും. പിന്നെ നമ്മുടെ ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് എന്തായിരിക്കണം, ഇത് ചെയ്യേണ്ടതെന്ന് പാർട്ട് ടൈംകാർക്ക് ഒന്നും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. റെഗുലർ ഡിഗ്രീസ് വേണം അല്ലെ, ഫുൾ ടൈം റെഗുലർ ബാച്ചിലർ ഡിഗ്രി വേണം ഇൻ 3 ഇയർ BSc ഏതൊക്കെയാണ്, ഫിസിക്സും മാത്സും പഠിച്ചവർക്ക് ഇതിൽ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് BTech അല്ലെ, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റുകൾക്കും ഇത് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതും റെഗുലർ എന്താ ആളുകൾക്ക് മാത്രമേ, റെഗുലർ ആയിട്ട് കഴിഞ്ഞ ഡിഗ്രി റെഗുലർ ആയിട്ട് എടുത്തവർക്ക് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്താണ് മിനിമം അതിലുള്ളതാണ്, എന്താണ് മിനിമം സംസാരിക്കാനും അതേപോലെ എഴുതാനും ഒരു ഇംഗ്ലീഷ് റെഗുലർ ആയിട്ട് എഴുതാനും സംസാരിക്കാനും പറ്റണം. ഏകദേശം ഒരു 10th or 12th ബേസിൽ അത് പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ് പറഞ്ഞിട്ടുള്ളത്, ഗവൺമെന്റ് അപ്രൂവ്ഡ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ്. അതേപോലെ എന്താണ് പെർസെന്റേജ് പാസ് മാർക്ക് ഓർ ഈക്വലന്റ് പാസ് മാർക്ക് നിർബന്ധമായിട്ടുണ്ടാവണം. സപ്ലി കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതേപോലെ കാൻഡിഡേറ്റ്സ് ഓഫ് അലൗഡ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, പാർട്ട് ടൈം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പറ്റില്ല. പക്ഷേ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാം, ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളവർക്ക് തന്നെ എന്ത് ചെയ്യാം, പാർട്ട് ടൈം ഉള്ളവർക്കും എന്ത് ചെയ്യാം, ത്രൂ പാർട്ട് ടൈം ഡിഗ്രി എടുത്തവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മിനിമം ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 27 വയസ്സാണ്. അതിൽ തന്നെ എന്താ വരുന്നത്, ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. 5 വർഷമാണ് SC/ST കാറ്റഗറിക്ക് വരുന്നത്. OBCക്ക് 3 വർഷം വരുന്നുണ്ട്. അതേപോലെ എന്താണ് ഡിസബിലിറ്റി കാറ്റഗറിക്ക് അതിന്റെ കാറ്റഗറിയുടെ ബേസിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 10 ഇയേഴ്സ് വരെ എന്ത് വരുന്നുണ്ട്, ഏജ് റിലാക്സേഷൻസ് വരുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കാം. ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ഏജ് റിലാക്സേഷൻ അപ്ലിക്കബിൾ ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം, എക്സ് സർവീസ്മാനും കാര്യങ്ങളൊക്കെ ഉള്ളത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നത് സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് CBT എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ എന്താണ് അഡ്മിറ്റ് കാർഡും കാര്യങ്ങളും സിലബസും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, നിങ്ങളുടെ അവരുടെ വെബ്സൈറ്റിലായിരിക്കും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകുക. അല്ലെങ്കിൽ രജിസ്റ്റേർഡ് മെയിൽ IDs
സ്പാം ഫോൾഡർ അടക്കം നിങ്ങൾ ചെക്ക് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ദർ വിൽ നോട്ട് ബി എനി നെഗറ്റീവ് മാർക്ക് ഫോർ റോങ് ആൻസേഴ്സ്. റോങ് ആൻസറിന് എന്തുണ്ടാവില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് ക്വാളിഫൈ ചെയ്തവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സ്റ്റേജ് അവർക്ക് ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ഉണ്ട്, വോയിസ് ടെസ്റ്റ് ഉണ്ട്, സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ട്, സൈക്കോളജിക്കൽ അസസ്മെന്റ് ഉണ്ട്, ഫിസിക്കൽ മെഡിക്കൽ എക്സാമിനേഷൻസ് വരുന്നുണ്ട്. അതേപോലെ എന്താണ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, എല്ലാ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. ഓൺലി അപ്ലിക്കേഷൻസ്, ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ഫർദർ പ്രോസസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുള്ളൂ. പിന്നെ എന്താണ്, റോൾ നമ്പേഴ്സ് ഓഫ് ദ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി ഡിക്ലെയർ ഓൺ AAI അല്ലെ എയർപോർട്ട് അതോറിറ്റിയുടെ വെബ്സൈറ്റുകളിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ഷോർട്ട് ലിസ്റ്റിലായിട്ടുള്ള റോൾ നമ്പേഴ്സ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ റോൾ നമ്പേഴ്സ് നമ്മൾ ഡിസ്പ്ലേ ആവുള്ളൂ, വേറൊരു മോഡിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ വരുന്ന മുറയ്ക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു, ആപ്ലിക്കേഷൻ ഡേറ്റ് 24 അല്ലെ, ഏപ്രിൽ 25-നാണ് 25/4/2025 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ എൻഡ് ചെയ്യുന്നത് മെയ് 24-നാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് നമ്മൾ ഓഫ്ലൈൻ ബാച്ചുകളും ഓൺലൈൻ ബാച്ചുകളും ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.